ഇന്ത്യയെ പേടിച്ച് F-16 പോർ വിമാനങ്ങൾ പാക് വ്യോമപാത തുറന്നില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. ജാഗ്രതയോടെയാണ് F-16 പോർ വിമാനങ്ങൾ നീങ്ങുന്നത്. ഇന്ത്യയെ പേടിയുണ്ട്, പാകിസ്ഥാൻ വ്യോമപാത തുറന്നിട്ടുമില്ല. ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ഭീതിയിൽ നിന്നും പാകിസ്ഥാൻ വ്യോമസേന ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആക്രമണം നടന്ന് 2 ആഴ്ച കഴിയുമ്പോഴും ഇന്ത്യയിൽ നിന്ന് ഏതു നിമിഷവും ആക്രമണം സംഭവിക്കാമെന്ന പേടിയിലാണ് പാക് വ്യോമസേന എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യൻ വ്യോമസേന ബലാക്കോട്ടിൽ നടത്തിയ ആക്രമണത്തിനു ശേഷം പാകിസ്ഥാനിലെ 3 സേനകളും പൂർണ്ണ സജ്ജമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പാക് വ്യോമസേനയുടെ വൻ ആക്രമണം നേരിടാനുള്ള പരിശീലന ദൌത്യങ്ങളാണ് നടന്നത്. അതിർത്തി പ്രദേശങ്ങളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലുമെല്ലാം F-16 പോർ വിമാനങ്ങൾ സജ്ജമാക്കി ജാഗ്രതയിലാണ് പാക് വ്യോമസേന എന്നാണ് വിവരങ്ങൾ. ഇന്ത്യയുടെ ആക്രമണം ഭയന്ന 2 ആഴ്ച കഴിഞ്ഞിട്ടും പാകിസ്ഥാനിലെ വ്യോമപാതകൾ തുറക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഇന്ത്യയുമായി പങ്കിടുന്ന വ്യോമപാതകളെല്ലാം പാകിസ്ഥാൻ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ. ഇന്ത്യയുമായുള്ള 11 വ്യോമപാതകളാണ് പാകിസ്ഥാൻ അടച്ചിട്ടിരിക്കുന്നത്. അതായത് 2 ആഴ്ച കഴിഞ്ഞിട്ടും ആ പേടിയിൽ നിന്ന് പുറത്തു വരാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്കാണ് ഇന്ത്യ നൽകിയ പ്രഹരം. ഒമാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായുള്ള വ്യോമപാതകൾ അതേസമയം പാകിസ്ഥാൻ തുറന്നിട്ടുണ്ട്. ഫെബ്രുവരി 26-ന് വ്യോമാക്രമണം നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് പാകിസ്ഥാനിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടത്. അതോടൊപ്പം വ്യോമപാതയും അടച്ചിടുകയായിരുന്നു. സിയാൽകോട്ടിൽ നിന്നുള്ള പ്രത്യേക സേനകളെ റാവൽപിണ്ടിയിൽ പാകിസ്ഥാൻ വിന്യസിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുന്നു എന്നാണ് സൂചനകൾ. അമേരിക്ക, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്ന് വാങ്ങിയ പോർ വിമാനങ്ങൾ സജ്ജമാക്കിയാണ് പാകിസ്ഥാന്റെ അതിർത്തിയിലെ പ്രതിരോധം. പക്ഷേ ഇന്ത്യയുടെ മുൻപിൽ അതൊന്നും വിലപ്പോവില്ലെന്ന് ഇന്ത്യ പലതവണ തെളിയിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ പുൽവാമയിൽ നൽകിയ തിരിച്ചടി. പാകിസ്ഥാന്റെ കൈവശമുള്ള എല്ലാ റഡാർ സംവിധാനങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഇന്ത്യ പാക് അതിർത്തിയിൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ വലിയ ജാഗ്രതയിലാണെന്നാണ് വിവരങ്ങൾ. എന്നാൽ അകത്ത് കയറി ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ കരുതിയിരുന്നില്ല. അപ്പോഴാണ് ഇന്ത്യയുടെ കൃത്യമായ കരുനീക്കങ്ങൾ, ശക്തമായ ചുവടുവയ്പ്, വലിയ തിരിച്ചടി ബലാക്കോട്ടിലൂടെ നൽകിയത്. എന്നാൽ വ്യോമാക്രമണത്തിലൂടെ ഇന്ത്യൻ വ്യോമസേന തിരിച്ചടി നൽകിയപ്പോൾ അത് പാകിസ്ഥാന് വലിയൊരു പാഠമായി. ഇത് പാകിസ്ഥാന് വൻ തിരിച്ചടിയുമായി മാറിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യ പേടിച്ച് F-16 പോർ വിമാനങ്ങളും പാക് വ്യോമപാതയും തുറക്കുന്നില്ല എന്നുള്ളത് ദേശീയ മാധ്യമങ്ങൾ, രാജ്യാന്തര മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യാണ്. പ്രത്യേകിച്ചും പലപ്പോഴായി പാകിസ്ഥാൻ അതിർത്തി കടന്ന് പ്രകോപനം ഉണ്ടാക്കിയപ്പോഴെല്ലാം ഇന്ത്യ കൃത്യമായ സംയമനത്തിന്റെ പാത തന്നെയാണ് സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ പുൽവാമയ്ക്ക് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിയാണ്. ബലാക്കോട്ടിലൂടെ ജെയ്ഷെ കേന്ദ്രങ്ങൾ തകർത്തു. പാകിസ്ഥാൻ അതോടുകൂടി പേടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ പോർ വിമാനങ്ങൾ, F-16 വിമാനം, അഭിനന്ദൻ വർത്തമാൻ വെടിവെച്ച് താഴെയിട്ട F-16 വിമാനങ്ങൾ വളരെ ജാഗ്രതയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഏത് സമയത്തും ഒരു ആക്രമണം എന്നൊരു സൂചന മുന്നിലുള്ളത് കൊണ്ട് തന്നെ വലിയ ജാഗ്രതയുണ്ട്. പക്ഷേ ഇന്ത്യൻ സൈന്യം, കരുത്തുറ്റ സൈന്യം ശക്തമായി തന്നെ നിലപാട് ഘടിപ്പിച്ചിരിക്കുക തന്നെയാണ്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ നിയന്ത്രിക്കാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം.